ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരാഴ്ച മുന്നേ പ്രീ കെ ജിയിലേക്ക് അഡ്മിഷൻ എടുത്ത ഒരാളാണ്. നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇവരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കണം. നല്ല സുഖം, ഒന്നാം തരം ഉറക്കമാണ്. പ്രീ കെ ജിയിൽ ചേർത്തതിന് ശേഷം എല്ലാ കാര്യത്തിനും ഒന്നുകൂടെ നല്ല മടിയാണ്. പല്ല് തേപ്പൊക്കെ വളരെ പാടുപെട്ടിട്ടാണ് വല്ല വിധനയും. അതിനും കാരണമുണ്ട്, ഇത്രയും വേഗം പല്ലൊക്കെ തേച്ച് എന്നെ ഒരു ട്രാപ്പിലേക്കാണല്ലോ കൊണ്ടുപോകുന്നതെന്നുള്ള പുള്ളിക്കാരിയുടെ ചിന്ത കൊണ്ടാണ് ദേ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത്. ക്ലാസ്സിൽ ചേർത്ത ശേഷം പല്ല് തേക്കലും കുളിക്കലും ഒക്കെ ഒരു ബാധ്യത പോലെയാണ്. പുള്ളിക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആലോചനയോടുകൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയിരിക്കണം. അപ്പോഴും ചിന്ത, എന്നെ എന്തിനോ വേണ്ടി അല്ലേ ഇവര് പല്ല് തേപ്പിക്കുകയും ഭക്ഷണം തരുന്നതൊക്കെയാണ് ചിന്ത. അതിനുശേഷം നേരെ പൈപ്പിന്റെ മൂട്ടിലൊരു കുളി നല്ല ഇഷ്ടമുള്ള ആളാണ്. എങ്കിലും ഇപ്പൊ കുളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. വെള്ളം കളിക്കാൻ നല്ല താല്പര്യമാണ്. ഇപ്പൊ കുളിക്കുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ പുള്ളിക്കാരി കുളിക്കില്ല. കാരണം കുളിച്ചു കഴിഞ്ഞാല് ക്ലാസ്സിന് പോകാൻ ഏകദേശം സമയമായെന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കളിച്ച് നിൽക്കും. ഇനി കുളിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം. കുളിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ വെള്ള അത് നിർബന്ധമാണ്. വെള്ള മാത്രമേ കഴിക്കൂ, മഞ്ഞക്കരി കഴിക്കേയില്ല. എന്തായാലും അതും വലിയ താല്പര്യമൊന്നുമില്ല. ബാഗ് എടുക്കുമ്പോഴേക്കും ഇൻട്രസ്റ്റ് മൊത്തം പോയി. പിന്നെ സങ്കടക്കടലാണ്. ഗഗനയുടെ യൂണിക്കോൺ ബാഗിലേക്ക് സ്ഥാനം പിടിക്കാൻ ഇരിക്കുന്നവരാണ് ദേ ഈ കാണുന്ന വാട്ടർ ബോട്ടിലും പ്ലേറ്റും ഒരു ജോഡി ഡ്രസ്സും. എടുത്ത ഐറ്റങ്ങളെല്ലാം ബാഗിലാക്കിയപ്പോഴേക്കും ആളാകെ പ്രശ്നത്തിലായി. പിന്നെ ഓരോരോ പ്രശ്നങ്ങളായി. ഈ ഉടുപ്പ് വേണ്ട, ഈ ബാഗ് വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ വേഗം പോയി ഞാനും റെഡിയായി. ഇപ്പൊ തന്നെ ഏകദേശം 10 മണിയാകാറായിട്ടുണ്ട്. നമുക്ക് ഗഗനയുടെ പ്രീ സ്കൂളിൽ വെച്ച് കാണാം. ഇതാണ് പ്രീ സ്കൂൾ, ജയാസ് പ്രീ സ്കൂൾ. ഒരു വീടാണ് കേട്ടോ, നല്ല മനോഹരമായ പൂക്കളൊക്കെയുള്ള നല്ലൊരു വീട്. ഇന്ന് ഗഗനയുടെ അച്ഛനാണ് ഗഗനയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നത്. സ്കൂൾ മുറ്റത്തെ കുഞ്ഞു പാർക്കിന് മുകളിലൂടെ ഈ ഒരു മഞ്ഞച്ചെടി നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഞാനും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷോപ്പിലേക്ക്. മോളെയും പ്രീ സ്കൂളിലാക്കിയിട്ട് ഞാനിവിടെ ഷോപ്പിൽ വന്നിരിക്കാം. 12:30 ആയപ്പോ ആളത് തിരിച്ചു വിളിച്ചോണ്ട് വന്നു. ആള് കണ്ടില്ലേ, നല്ല ഹാപ്പിയാണ്. ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ആള് അകത്തേക്ക് കയറും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.